റഷ്യ ഇറാന് നയതന്ത്ര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ അമേരിക്ക പറയുന്നു നയതന്ത്ര ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. ഇറാൻ വഴങ്ങുമോ ഈ സാഹചര്യത്തിൽ? സാധ്യതയില്ല. കാരണം അവർ 44 വർഷം കൊണ്ട് ആണ് ഈ ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റി യുറാനിയം എൻറിച്ച്മെൻറ്റ് ഇത്ര എത്തിച്ചത്. അപ്പോൾ ഈ ഒരു പഠിക്കൽ വെച്ച് കലമുടയ്ക്കുക എന്നുള്ള ഒരുപക്ഷെ ഇറാന് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരുപാട് വർഷങ്ങൾ രഹസ്യമായി വെച്ചുകൊണ്ടിരുന്നിട്ടാണ് ഇത്രയും ഡെവലപ്പ് ചെയ്തത്. പക്ഷേ റഷ്യയുടെ ഇൻവോൾവ്മെൻറ്റും നയതന്ത്രപരമായിട്ട് ഒരുപക്ഷെ ഇപ്പോൾ ഒരു നെഗോഷിയേഷനിലോട്ട് പോകാൻ മാത്രമേ സഹായിക്കുള്ളൂ. അല്ലാതെ അവരെ ഈ വാർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാന് വേറെ ഓപ്ഷൻസ് ഇല്ല. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രോക്സികൾ HHH ഹെസ്ബുള്ളയുണ്ട്, ഹമാസ് ഉണ്ട്, ഹൂത്തികളുണ്ട്. പക്ഷേ ഇതിൽ ഹെസ്ബുള്ളയൊക്കെ കഴിഞ്ഞ 1.5 വർഷത്തെ യുദ്ധത്തിൽ ആകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരു പ്രോക്സിയാണ്. ഹമാസ് ഓൾമോസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ ഹൂത്തികൾ മാത്രമാണുള്ളത്. രാജ്യങ്ങളെടുത്താൽ ഇപ്പോൾ റഷ്യയ്ക്ക് നയതന്ത്രപരമായിട്ട് മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെ യുദ്ധമുഖത്തിൽ നിൽക്കുന്ന രാജ്യമാണ്. അവർ ഓൾറെഡി അവർക്ക് മിലിറ്ററി എക്യുപ്മെൻറ്റോ അല്ലെങ്കിൽ മിലിറ്ററി കപ്പാസിറ്റിയോ വേറൊരു രാജ്യത്തിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനിലല്ല അവർ. മാത്രമല്ല അമേരിക്ക എന്ന വൻശക്തി എതിർക്കുന്ന ഒരു രാജ്യത്തിന് എതിരെ ഉള്ള യുദ്ധത്തിൽ സപ്പോർട്ടിന് പോകുന്ന ഈ സമയത്ത് അവർക്ക് നല്ലതുമല്ല. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റാക്കോ യുക്രൈൻ വഴിയുള്ള അറ്റാക്കോ അവർക്ക് ലഭിക്കാവുന്നതുകൊണ്ട് അതുകൊണ്ട് അതൊരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നില്ല. ഇപ്പം ഐഡിയലി ഇറാന് ചെയ്യാൻ പറ്റുന്നത് നെഗോഷിയേഷൻ ടേബിളിൽ എത്തുക എന്നുള്ളതാണ്. കാരണം അവർക്ക് വാദിക്കാൻ പറ്റുന്നത് ട്രംപ് പറഞ്ഞല്ലോ ഓൾറെഡി ഫോർഡോയിലും മറ്റ് ന്യൂക്ലിയർ കപ്പാസിറ്റീസും ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു അഗ്രിമെൻറ്റിന് പോകുന്നതിന് എന്താണ് പ്രശ്നം? അപ്പം നാച്ചുറലി അവർക്ക് ഇനിയും എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനുണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റിൽ നെഗോഷിയേഷനിൽ എത്തുന്നതാണ് അവർക്ക് നല്ലത്. കാരണം ഇത് മുന്നോട്ട് പോകും തോറും ഒരുപാട് ആളുകൾ ഇറാൻ്റെ കപ്പാസിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ ഓരോ തവണ മിസൈലുകൾ വിടുമ്പോൾ ഇപ്പോഴത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു തവണ 70-75 അല്ലെ 80 മിസൈൽ വെച്ച് ദിവസേന വിട്ടുകൊണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ സ്റ്റോക്ക് നിലയ്ക്കും എന്നുള്ളതാണ് ഒരു കാര്യം. 2, ഓരോ തവണ മിസൈൽ വർഷിക്കുമ്പോഴും ആ മിസൈൽ ലോഞ്ചേഴ്സ് സ്പോട്ട് ചെയ്ത് ഇസ്രായേൽ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ ദിവസവും അവരുടെ സ്ട്രെങ്ത് ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് രക്ഷിക്കാൻ പ്രോക്സികളില്ല. രക്ഷിക്കാൻ സാധ്യതയുള്ള റഷ്യയോ ചൈനയോ വരാൻ സാധ്യതയില്ല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളെയും ഷിയ സുന്നി സ്പ്ലിറ്റ് ഉണ്ടാക്കിയും പ്രോക്സികളെ വളർത്തിക്കൊണ്ട് വന്നും പിണക്കി വെച്ചിരിക്കുന്നു. സോ അങ്ങനെയൊക്കെ നോക്കുമ്പം അവർക്ക് ആരും രക്ഷയ്ക്ക് വരാനില്ല. അപ്പം ഐഡിയലി ഇറാൻ്റെ സ്ഥാനത്ത് ഒരു ലോജിക്കലായിട്ടൊരു തീരുമാനം എടുക്കാനാണ് അവർ നിൽക്കുന്നതെങ്കിൽ നെഗോഷിയേഷൻ ടേബിളിലോട്ട് പോവുക എന്നുള്ളതാണ് അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇറാൻ്റെ ആണവശേഷി നിർവീര്യമാക്കി എന്ന അമേരിക്കയുടെ അവകാശവാദത്തിൽ എത്രത്തോളം കഴമ്പുണ്ട്? അല്ല, അതിൽ കറക്റ്റായിട്ടൊരു അതോറിറ്റി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എത്രമാത്രം ഈ അറ്റാക്ക് അത്ര ഡീപ്പായിരുന്നു, അത് മൊത്തം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ എന്നൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. മാത്രമല്ല ഇവർ എൻറിച്ച് യുറേനിയം കാരണം B2 ബോംബേഴ്സ് വരുന്നുണ്ടെന്നുള്ള ഇൻഫർമേഷൻ അറിയാമായിരുന്നു. അത് അമേരിക്ക തന്നെ നേരത്തെ പുറത്തു വിട്ടിരുന്നു. സോ ആ സാഹചര്യത്തിൽ ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. പക്ഷേ എടുത്ത് മാറ്റിയെങ്കിൽ എവിടെ അവർക്ക് ഫോർഡോ പോലെ ഇത്രയും ഷീൽഡഡ് ആയിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ പിന്നെ എവിടെ അവർക്ക് അത് സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. പിന്നെ ഇനിയിപ്പം മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് ഡാമേജ് ചെയ്യും. റെജീം ചേഞ്ചിൻ്റെ കാര്യം സംസാരിക്കുന്നത് കേട്ടു. പക്ഷേ എനിക്ക് തോന്നുന്നു റെജീം ചേഞ്ച് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം മറ്റു രാജ്യം പോലെയല്ല. അവിടെ സുപ്രീം ലീഡർ മാത്രമല്ല, സുപ്രീം ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന 88 പേരുടെ എക്സ്പേർട്ട് അസംബ്ലി ഉണ്ട്, 12 പേരുടെ ഗാർഡിയൻ കൗൺസിലുണ്ട്, ഒരു വമ്പിച്ച ശൃംഖലയായിട്ട് കിടക്കുന്ന IRGC ഉണ്ട്, കൂടാതെ അവരുടെ മിലിറ്ററി ഉണ്ട്, 290 പേര് അംഗങ്ങളുള്ള പാർലമെൻ്റ് ഉണ്ട്. ഇതെല്ലാം ടോപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അമേരിക്കയുടെ ആവശ്യം വേണ്ടി വരും. പക്ഷേ അങ്ങനെ ചെയ്താൽ പോലും കഴിഞ്ഞ ചരിത്രം റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ അമേരിക്കയും ഇസ്രായേലും ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഫോർ എക്സാമ്പിൾ ഇറാഖിൻ്റെ കേസ് സംഭവിച്ചു. 2003 സദ്ദാം ഹുസൈനെ ടോപ്പിൾ ചെയ്തു. ഒടുവിൽ സംഭവിച്ചെന്ന് വെച്ചാൽ ആരും ലീഡേഴ്സ് ഇല്ലാതെ സിവിൽ വാറിലോട്ട് പോകുന്നു, അൽ ഖായ്ദ രൂപപ്പെടുന്നു, പിന്നീട് ISIS ആയിട്ട് മാറുന്നു. വീണ്ടും അമേരിക്ക കയറി ഇടപെടേണ്ട ഒരു സാഹചര്യം വരുന്നു. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും അതുകൊണ്ടാണല്ലോ അവിടെ ഇറാൻ കയറി ഷിയ മിലീഷ്യാസ് നിർമ്മിച്ചത് തന്നെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് പോകാതിരിക്കാൻ കൃത്യമായിട്ടൊരു ഗെയിം പ്ലാൻ വേണം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹത്തെ റിപ്ലേസ് ചെയ്യാൻ, ഖമീനയെ റിപ്ലേസ് ചെയ്യാൻ ആരാണുള്ളത്? അവിടെ നിലവിൽ ഒപ്പോസിഷൻ ഒന്നുമില്ല. കാരണം IRGCക്ക് തന്നെ സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട്. എന്ത് തരത്തിലുള്ള ഇൻറ്റേർണൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായാലും അതിനെ അടിച്ചമർത്താൻ ഒരു വിങ് ഉണ്ട്. 2009-ലും 2020-ലും 2022-ലും ഒക്കെ ഇത്തരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളുണ്ട്. അപ്പം അടിച്ചമർത്തിയതാണ്. അപ്പോൾ അവിടെ ഒപ്പോസിഷൻ ലീഡേഴ്സിന് വിളിക്കാൻ പറ്റുന്ന ആളുകളെല്ലാം ഒന്നെങ്കിൽ ഭയന്ന് മിണ്ടാതിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർ ജയിലിലാണ്, അല്ലെങ്കിൽ അവർ നാട് വിട്ടിട്ടുണ്ട്. വേറെ ആരുമില്ല. പിന്നെ പറയുന്ന റേസ പഹലവിയുടെ കേസിൽ 2 ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടു. ഇന്നലെ അദ്ദേഹം ഫോക്സ് ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂവും ഇന്ന് അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂവിലും
ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്നലെ ഒരു കൺവിക്ഷൻ ഇല്ലാതെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആലോചിക്കേണ്ടതുണ്ട്, അത് ഡെമോക്രസി അല്ലല്ലോ അവിടെ, എങ്ങനെയുള്ള ഒരു പതുങ്ങിയ മറ്റുള്ളൊരു മറുപടിയാണെങ്കിൽ ഇന്ന് അദ്ദേഹം കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹം 10-45 വർഷമായിട്ട് ആ രാജ്യത്ത് പോലും ഇല്ലാത്ത ഒരാളാണ്. ഇവിടുത്തെ സ്ട്രക്ചറിനെ കുറിച്ചോ ജനങ്ങളെക്കുറിച്ചോ കൃത്യമായിട്ട് അറിവില്ലാത്ത ആളാണ്. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം സ്വീകാര്യനായിരിക്കും എന്നുള്ളത് ഉറപ്പില്ല. വാഷിങ്ടൺ DC കഴിഞ്ഞ ദിവസം നടന്ന ഒരു സർവേയിൽ അവർ പറഞ്ഞത് ഖമേനിയെ എന്തായാലും മാറ്റണം. 90% ആളുകളുടെയും അമേരിക്കയിലുള്ള ഇറാനിയൻസിൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ ആളെ എന്തായാലും മാറ്റണം. പക്ഷേ പകരം റേസ പെഹ്ലാവി വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 7% ആൾക്കാരാണ് വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് റിപ്ലേസ്മെൻ്റ് ആയിട്ട് റേസ പെഹ്ലാവി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. വന്നാൽ അത് എഫക്റ്റീവ് ആകുമോ എന്നുള്ള കാര്യത്തിന് സംശയമുണ്ട്. അപ്പം ഇസ്രായേലും അമേരിക്ക ഇവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ആശാൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളറിക്ക് പുറത്തുനിന്നുള്ള നയം മാത്രമാണ്. പാതി വഴിക്ക് റെജീം ചേഞ്ചിന് ശ്രമിച്ചിട്ടിട്ട് പോന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും കെയോട്ടിക് ആവും. റെജീം ചേഞ്ച് വരുത്തിയതിന് ശേഷം നല്ലൊരു ലീഡറിനെ സ്ഥാപിച്ചില്ലെങ്കിൽ അതും കെയോട്ടിക് ആവും. റെജീം ചേഞ്ച് ശ്രമിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇറാൻ ഇത് നീട്ടിക്കൊണ്ടും പോകും. അപ്പം ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇപ്പോഴും അഡ്വാൻറ്റേജ് ഇസ്രായേൽ അല്ലെ അമേരിക്കയ്ക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും.